ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കുന്നംകുളത്ത് ബിജെപി പ്രവർത്തകർ എംഎൽഎ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ ഗോപി കണ്ണൻ ചെരിഞ്ഞു. ഗുരുവായൂർ ആനയോട്ടത്തിൽ നിരവധി തവണ ജേതാവായിരുന്നു. നിലമ്പൂരിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലും കനത്ത ജാഗ്രത. ഇപ്പോഴത്തെ വകഭേദം ഗുരുതരമല്ലെന്നാണ് വിലയിരുത്തൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ജൂൺ 5 വരെ ശക്തമായ മഴ തുടരുമെന്നും ജാഗ്രത പുലർത്തണമെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പറഞ്ഞു. കുട്ടനെല്ലൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഴ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. നിലവിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്നും അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ 2ാമത്തെ ആഴ്ച മുതൽ മഴ കുറയും. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും തെറ്റായ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. മെയ് 30 മുതൽ ജൂൺ 5 വരെ കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ സാധ്യത പറയുന്നുണ്ട്. ഈ ആഴ്ചയിലെ പ്രത്യേകത സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മഴയും വെള്ളവുമായിരിക്കും അതിലുണ്ടാവുക. രണ്ടാമത്തെ ആഴ്ച പക്ഷേ ജൂൺ 6 മുതൽ 12 വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം. 1894 പേരാണ് സംസ്ഥാനത്ത് ക്യാമ്പുകളിൽ കഴിയുന്നത്. ആവശ്യമായ ക്യാമ്പുകൾ തുടങ്ങാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 4000-ലധികം ക്യാമ്പുകൾ തുടങ്ങാൻ സജ്ജമാണ്. സംസ്ഥാനത്ത് 7 വീടുകൾ പൂർണ്ണമായും 181 വീടുകൾ ഭാഗികമായും തകർന്നതായും മന്ത്രി വ്യക്തമാക്കി. കപ്പൽ തകർന്നതിനെ തുടർന്ന് ഇതുവരെ 56 കണ്ടെയ്നറുകൾ ആകെ കരക്കടിഞ്ഞതായും തീരം വൃത്തിയാക്കാൻ നടപടി തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു. മഴ കനത്തതോടെ ദേശീയപാത 66 തിരുവത്ര അത്താണി സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. അത്താണി കിഴക്ക് വശത്തെ സർവീസ് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ദേശീയപാതയിലെ കാനയിൽ നിന്ന് വെള്ളം വീടുപറമ്പുകളിലേക്ക് കയറുന്ന അവസ്ഥയാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് പരിസരവാസികൾ പറയുന്നു. നിലവിൽ കുടിവെള്ള പൈപ്പ് കൂടി പൊട്ടിയതോടെ ദുരിതം ഇരട്ടിയായി. ശക്തമായ മഴയിൽ തയ്യൂരിൽ വീട് തകർന്നു. എളാട്ടുപീടികയിൽ സുലൈമാന്റെ ഭാര്യ അലീമയുടെ വീടാണ് തകർന്നത്. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഓടുമേഞ്ഞ വീടായിരുന്നു. ആർക്കും പരിക്കില്ല. പൂമംഗലം പഞ്ചായത്തിലെ പായമ്മൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വീടുകളിൽ വെള്ളം കയറി. ഞാറലി റോഡിന് സമീപം താമസിക്കുന്ന വീടുകളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. സമീപത്ത് നിർമ്മിക്കുന്ന പുളിക്കലച്ചിറ പാലത്തിനു വേണ്ടി ബണ്ട് കെട്ടിയതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നംകുളത്ത് BJP പ്രവർത്തകർ MLA ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം. BJP പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. BJP കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് MLA AC മൊയ്തീന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് തകർത്ത പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങിയതോടെ പോലീസും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലെത്തുകയായിരുന്നു. പിന്നീട് നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി.
കൊമ്പൻ ഗോപി കണ്ണൻ ചെരിഞ്ഞു. ആനത്താവളത്തിലെ കെട്ടുംതറയിൽ കുഴഞ്ഞു വീണായിരുന്നു അന്ത്യം. ആനയോട്ടത്തിൽ നിരവധി തവണ ജേതാവായിരുന്നു ഗോപി കണ്ണൻ. മാർച്ച് ആദ്യവാരം തെക്കേപ്പറമ്പിലെ കെട്ടുംതറയിൽ മദപ്പാടിൽ തളച്ചതായിരുന്നു. ജൂൺ 2-ാം വാരത്തിൽ നീരിൽ നിന്ന് അഴിക്കാനിരുന്നതാണ്. കൊമ്പന് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസമായി തീറ്റയെടുക്കാൻ മടി കാണിച്ചിരുന്നു. മദപ്പാടിലായതിനാൽ ചികിത്സ നൽകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പുലർച്ചെ 2 മണിയോടെ ആന ചിഹ്നം വിളി തുടങ്ങി. ദേവസ്വം വെറ്റിനറി ഡോക്ടർ ചാരുജിത്ത് നാരായണന്റെ നേതൃത്വത്തിൽ മരുന്ന് നൽകിയെങ്കിലും കഴിക്കാൻ കൂട്ടാക്കിയില്ല. 4 മണിയോടെ കുഴഞ്ഞു വീഴുകയും 4:10 അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ജഡം കോടനാട്ടേക്ക് കൊണ്ടുപോയി. കോടനാട് വനത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിക്കും. തൃശൂരിലെ പ്രമുഖ വ്യവസായി ഗോപു നന്ദിലത്താണ് 2001 സെപ്റ്റംബർ 3-ന് ഗോപി കണ്ണനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ 9 തവണ ജേതാവായിട്ടുണ്ട്. ഗോപി കണ്ണന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 36 ചുരുങ്ങി. TCV ന്യൂസ്, ഗുരുവായൂർ. നിലമ്പൂരിൽ M സ്വരാജ് LDF സ്ഥാനാർത്ഥി. പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുക. സെക്രട്ടറി MV ഗോവിന്ദനാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. 2016-ൽ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സ്വരാജ് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് M സ്വരാജ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂരെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുമ്പോൾ ജില്ലയിലും കനത്ത ജാഗ്രത. ഇപ്പോഴത്തെ വകഭേദം ഗുരുതരമല്ലെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത തൃശൂരിൽ ജാഗ്രതയ്ക്ക് കുറവില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ 727 കൂടുതൽ കേസുകളുള്ളത് കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN വകഭേദമായ LF7 കേരളത്തിലും കണ്ടെത്തിയത്. കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി സംസ്ഥാനതല RRT യോഗം വിളിച്ചു ചേർക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. ജില്ലകളുടെ യോഗവും വിളിച്ച് സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം. കോവിഡ് കേസുകളുടെ വർധന ആരോഗ്യവകുപ്പ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വർധനവുണ്ടായാൽ ആവശ്യമായിട്ടുള്ള ആശുപത്രി കിടക്കകളും ICU കിടക്കകളും മറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യതയും ഉറപ്പാക്കിയിട്ടുണ്ട്. ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ജനുവരി മുതൽ നടന്നുവരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ യോഗങ്ങളും സംസ്ഥാനതലത്തിൽ ചേർന്നിരുന്നു. എലിപ്പനി ബാധിച്ചാൽ തീവ്രമാകുമെന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും മണ്ണുമായും മലിനജലവുമായും ഇടപെടുന്നവരും നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികകളായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. മഴക്കാലമായതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ നിരന്തരമായ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. TCV തൃശൂർ. ചേലക്കര പ്രാഴി സംസ്ഥാനപാത റോഡ് പണിയിൽ അശാസ്ത്രീയതയും അഴിമതിയും ആരോപിച്ച് ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 1 കിലോമീറ്ററിന് 5 കോടി രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. 70 ഗ്രാം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി പ്രദീപ് ദാസിനെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. പൂച്ചട്ടി കൊഴുക്കുള്ളി പുതുകുളത്തിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. കൊഴുക്കുള്ളി സ്വദേശി പൊങ്ങണമൂല വീട്ടിൽ 70 വയസ്സുള്ള വിശ്വംഭരനാണ് മരിച്ചത്. മണ്ണുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. KSUവിന്റെ 68ാം ജന്മദിന സമ്മേളനം മട്ടത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ കമ്മിറ്റി അംഗം രഹൻ പള്ളത്തേരി പതാക ഉയർത്തി. ആദിൽ ബാബു അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലുപറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പിൽ, ലിനോ മൈക്കിൾ, ജിജു കീറ്റിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു.
വേലൂർ KSU മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSU 68ാം സ്ഥാപക ദിനം ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. വേലൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയുക്ത KSU കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MG വിവേക്, KSU വൈസ് പ്രസിഡന്റ് അലോഷ്യസ് ജോഷി എന്നിവർ സംസാരിച്ചു. കാലവർഷത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ മഴ ദുരിതം തുടരുന്നു. TCVയുടെ പ്രത്യേക സെഗ്മെന്റ് പ്രളയത്തിലും പഠിക്കാതെ. മുങ്ങിമരണങ്ങൾ ഏറെയുണ്ടാകുന്ന കാലമാണ് മഴക്കാലം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. മുങ്ങിമരണങ്ങൾ സമീപനാളുകളിൽ ഏറുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളിലും തോടുകളിലുമാണ് മരണങ്ങൾ ഏറെയും. പുഴകളിലും കടലിലുമുള്ള മരണങ്ങളും കുറവല്ല. ആകെ മുങ്ങിമരണങ്ങളിൽ 30% 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. മഴക്കാലത്താണ് മരണങ്ങൾ ഏറെയും. നീന്തലിൽ വൈദഗ്ധ്യമുള്ളവർ പോലും പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. ലഹരി ഉപയോഗിച്ച് വെള്ളത്തിലിറങ്ങിയുള്ള അപകടങ്ങളും നിരവധിയാണ്. താരതമ്യേന വെള്ളം കുറഞ്ഞയിടങ്ങളിൽ പോലും ചെളിയിൽ പുതഞ്ഞും ചുഴി, അടിയൊഴുക്ക്, പാറക്കെട്ടുകളിലെ വഴുക്കൽ എന്നിവ മൂലം അപകടമുണ്ടായേക്കാം. വിനോദയാത്രകളിലും ബന്ധുവീടുകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ സന്ദർശിക്കുമ്പോൾ ജലാശയങ്ങളിൽ ഇറങ്ങിയുണ്ടാകുന്ന മരണങ്ങളും നിരവധിയാണ്. സംസ്ഥാനത്ത് ഒരു വർഷം 1000-ലധികം പേർ മുങ്ങിമരിക്കുന്നു എന്ന് കണക്കുകൾ പറയുന്നു. TCV തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തെക്കുംകര പനങ്ങാട്ടുകരയിൽ KSU സ്ഥാപക ദിനം ആഘോഷിച്ചു. KSU ജില്ലാ ജനറൽ സെക്രട്ടറി അഹ്സാൻ ഷേഖ് പതാക ഉയർത്തി. സ്ഥാപക ദിനാഘോഷം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ കുട്ടൻ മച്ചാട്, VR ശ്രീകാന്ത്, വിജോയ് കുറ്റിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. BJPയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് തല വികസന ശില്പശാല സംഘടിപ്പിച്ചു. വാസുപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പ്രഭാരി MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് TK വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, വിജയൻ മേപ്പുറത്ത്, VV രാജേഷ്, അരുൺ പന്തല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. CITU രൂപീകരണത്തിന്റെ 55ാമത് വാർഷിക ദിനാചരണം കൊടകരയിൽ സംഘടിപ്പിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ പതാക ഉയർത്തി. KV നൈജോ അധ്യക്ഷത വഹിച്ചു. PG വാസുദേവൻ നായർ, അൻവർ സാദിഖ്, AK ബാലൻ, TK പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും CITU പ്രവർത്തകർ ശുചീകരിച്ചു. പുളിക്കക്കടവ് പാലത്തിനു സമീപം ഞായറാഴ്ചകളിൽ സജീവമാകുന്ന സംഗീത കൂട്ടായ്മയായ കടവ് ചായക്കൂട്ടത്തിന് സമ്മാനമായി പുതിയ സൗണ്ട് സിസ്റ്റം. കൂട്ടായ്മ പ്രതിനിധി റഷീദ് ബാബുവാണ് പുതിയ മ്യൂസിക് സിസ്റ്റം സമ്മാനമായി നൽകിയത്. വെങ്കിടങ്ങ് പഞ്ചായത്തിനെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുളിക്കക്കടവ് പാലത്തിന് സമീപമാണ് കടവ് ചായക്കൂട്ടം സൗഹൃദവേദി ഗാനാർച്ചന നടത്തുന്നത്. വളർന്നുവരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കലാകാരന്മാർക്ക് പേടിയില്ലാതെ പാടാനും ആടാനും അവസരമൊരുക്കുകയാണ് ചായക്കൂട്ടം സൗഹൃദവേദി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് ഗസാലി, ബെന്നി ആന്റണി എന്നിവർ ചേർന്ന് മ്യൂസിക് സിസ്റ്റം സൗഹൃദ കൂട്ടായ്മ പ്രതിനിധികൾക്ക് സമർപ്പിച്ചു. സിദ്ധ മെഡിക്കൽ ഓഫീസർ നിയമനത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ മത്സര പരീക്ഷയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ കോപ്ലിപ്പാടം സ്വദേശിനി 1ാം റാങ്ക് നേടി.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മട്ടത്തൂർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയായ കോപ്ലിപ്പാടം പേഴേരി വീട്ടിൽ പി വേണുഗോപാലിന്റെ മകൾ ഡോക്ടർ കെ വി വൃന്ദയാണ് 1ാം റാങ്ക് നേടിയത്. ED കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട MP രാധാകൃഷ്ണനും MLA AC മൊയ്തീനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പന്തംകുളത്തി പ്രതിഷേധിച്ചു. തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, രാജേഷ് കുട്ടഞ്ചേരി, സതീശൻ ചേറ്റുട്ടി എന്നിവർ നേതൃത്വം നൽകി. എങ്കക്കാട് പോസ്റ്റ് ഓഫീസിൽ GDMSD ആയി 3 പതിറ്റാണ്ട് പ്രവർത്തിച്ചിരുന്ന രാമചന്ദ്രനെ നാടിന്റെ ആദരം. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഷീല മുരളി അധ്യക്ഷത വഹിച്ചു. സ്ഥലം മാറിപ്പോകുന്ന പോസ്റ്റ് മാസ്റ്റർ VB ബീനയ്ക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, കൗൺസിലർ KA വിജേഷ്, സിനിമാ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂരിൽ നടന്ന 10 ദിവസത്തെ NCC സംയുക്ത വാർഷിക ക്യാമ്പിൽ തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് സ്കൂൾ ജൂനിയർ വിഭാഗത്തിൽ ഓവറോൾ ട്രോഫി കരസ്ഥമാക്കി. 7 കേരള ഗേൾസ് ബറ്റാലിയൻ NCC എറണാകുളം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ സംയുക്ത വാർഷിക പരിശീലന ക്യാമ്പ് നടന്നത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 500ഓളം കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. മണലൂർ ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിലെ പ്രശ്നപരിഹാര ക്രിയകളും അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകളുടെയും ഭാഗമായി കലാസാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മണലൂർ സത്രം വേദിയിൽ നടത്തിയ ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗോപിനാഥ് വിശിഷ്ട അതിഥിയായിരുന്നു. അന്തിക്കാട് ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, കമ്മിറ്റി സെക്രട്ടറി OS ശരത്, പ്രസിഡന്റ് CS മധുസൂദനൻ, CB സതീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സാന്ത്വന സ്പർശം പാലിയേറ്റീവ് ഡ്രൈവറായി കഴിഞ്ഞ 5 വർഷമായി സേവനമനുഷ്ഠിച്ച ബാലനെ യാത്രയയപ്പ് നൽകി. രക്ഷാധികാരി AK ഉസ്മാൻ സാഹിബ് ഉപഹാരം കൈമാറി. പ്രസിഡന്റ് MP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹാരിസ് ഹനീഫ്, VP അഷ്റഫ്, രക്ഷാധികാരി AK ഉസ്മാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരള ലൈബ്രറി കൗൺസിലിന്റെ വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ നടന്നു. എരുമപ്പെട്ടി GHS സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. PB വവ്യ, EN സുരേഷ് ബാബു, B സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിൽ ജൂൺ 1 മുതൽ 11 വരെ നവീകരണ കലശം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ MM ഗിരിജൻ, K പാർത്ഥസാരഥി മേനോൻ, സാവിത്രി പ്രഭാകരൻ, V സുധാകരൻ, K ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. റോഡുകളിലെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ചേർപ്പ് PWD ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. CA ഗോവിന്ദൻകുട്ടി, KV ദാസൻ, സുനിൽ ലാലു എന്നിവർ നേതൃത്വം നൽകി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ നടന്നത്. ഒല്ലൂർ ഇമിറ്റേഷൻ ഗോൾഡ് വർക്കേഴ്സ് സംഘം ഒല്ലൂർ വ്യാപാര ഭവനിൽ മികച്ച വിജയം നേടിയ SSLC, +2 വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ CP പോളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുമേഷ് വല്ലച്ചിറ, സെക്രട്ടറി ബൈജു മാന്നാമംഗലം, ജോൺ സെക്രട്ടറി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കാട്ടൂർ പഞ്ചായത്ത് 5, 6 വാർഡുകളിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് പ്രദീപ് നെടുമ്പുള്ളി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മുൻ സൈനികരെയും +2 SSLC പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ആദരിച്ചു. കോൺഗ്രസ് കാട്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ്
ഷാറ്റോ കുര്യൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ തേർമടം, കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സ്റ്റേറ്റ് CBSE ICSE സിലബസുകളിൽ പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. അനുമോദന യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,733 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കുന്നംകുളത്ത് BJP പ്രവർത്തകർ MLA ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടയിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ ഗോപി കണ്ണൻ ചെരിഞ്ഞു. ഗുരുവായൂർ ആനയോട്ടത്തിൽ നിരവധി തവണ ജേതാവായിരുന്നു. നിലമ്പൂരിൽ M സ്വരാജ് LDF സ്ഥാനാർത്ഥി. സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലും കനത്ത ജാഗ്രത. ഇപ്പോഴത്തെ വകഭേദം ഗുരുതരമല്ലെന്നാണ് വിലയിരുത്തൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.